ബസ് ഷെൽട്ടറുകളിലെ MLA-മാരുടെ പേര് മറച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി കളക്ടർക്ക് പരാതി നൽകി പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. 5 മണ്ഡലങ്ങളിലെ ബസ് ഷെൽട്ടറുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതിയുമായി സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബസ് ഷെൽട്ടറുകളിൽ നിന്നും UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ പേര് നീക്കം ചെയ്തിരുന്നു. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ, ഇനിയിപ്പോൾ ഒരാഴ്ച കൂടിയേ ഉള്ളൂ കേരളം പോളിംഗ് ബൂത്തിലെത്താൻ. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏത് തരത്തിലുള്ളൊരു നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? തിടുക്കത്തിലൊരു നടപടി ഉണ്ടാകുമോ? റീജിത്ത് ആര്യ, പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇൻചാർജ് വെട്ടൂർ ജ്യോതിപ്രസാദാണ് ഇത്തരത്തിലൊരു പരാതി കളക്ടർക്ക് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ ബസ് ഷട്ടിലുകളിൽ നിന്നും ആന്റോ ആന്റണിയുടെ പേര് മാറ്റിയിരുന്നു. ആന്റോ ആന്റണി MP എന്ന നിലയിൽ നിർമ്മിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബസ് ഷട്ടിലിൽ നിന്നും ആ പേരുകൾ ഒഴിവാക്കിയിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരമാണ് മാറ്റിയത്. പക്ഷേ ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 5 മണ്ഡലങ്ങളിലും ബസ് ഷെൽട്ടറുകളിൽ ഇപ്പോഴും MLA-മാരുടെ പേര്, MLA-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച നിർമ്മിച്ച ബസ് ഷെൽട്ടറുകളാണത്. അതിൽ സ്വാഭാവികമായും അതാത് MLA-മാരുടെ പേര് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്തതുപോലെ ഇപ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ഭാഗമായി ആ പേരുകൾ, MLA-മാരുടെ പേരുകൾ ബസ് ഷെൽട്ടറുകളിൽ നിന്നും നീക്കം ചെയ്യണം എന്നാണ് ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ വെട്ടൂർ ജ്യോതിപ്രസാദ് പ്രസിഡന്റ് ഇൻചാർജ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അത് കളക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇനി വെറും 7 ദിവസം മാത്രം ശേഷിക്കുന്നു എന്ന് ഈ പരാതിയിൽ പറയുന്നു. ഒപ്പം തന്നെ LDF MLA-മാരുടെ ഒരാളുടെ പോലും പേര് ഇതുവരെ മറച്ചിട്ടില്ല എന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണെന്നും ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ്.